ചുഴലിക്കാറ്റിനൊരു പ്രത്യേകതയുണ്ട്. നിലത്തുള്ളതിനെല്ലാം അത് മുകളിലേക്ക് ഉയർത്തും. ആ കാറ്റ് അറിഞ്ഞൊന്ന് വീശിയാൽ എത്ര ബലമുള്ളതും കടപുഴകി താഴെ പോകും, എന്നാ വേരിറക്കമുള്ളതും. എന്നാൽ ചിലതിനെ അത് നശിപ്പിച്ചെറിയുമ്പോൾ വേദപുസ്തക ചരിത്രത്തിൽ ചില മനുഷ്യരെ ദൈവം ഉദ്ദേശിച്ച ഉയരങ്ങളിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ ആ കാറ്റൊരു മുഖാന്തരമായതായും നമ്മൾ വായിക്കുന്നു. ചിലർക്ക് നാശമെന്ന് കരുതുന്ന പലതും നിന്റെ ജീവിതത്തിൽ നീ നേരിടുന്നുണ്ടെങ്കിൽ ചില കാറ്റുകളോട് ദൈവം പ്രവചിച്ചിട്ടുള്ളത് നിന്നെ മുട്ടിപ്പിക്കാനല്ല, നിന്നെ ഉയർത്തണമെന്നുള്ളതായ കൽപ്പനയാണ്. ഇന്നത്തെ ദൈവാലോചന നിങ്ങളോടുള്ളതായ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദ്യമായ ഒരു ദൂതാണ്. ആസന്നമായിരിക്കുന്ന ഒരു ഉയർപ്പിന് നീ തയ്യാറായിക്കൊള്ളൂ എന്ന് പറയാൻ വേണ്ടിയാണ് എന്നെ നിങ്ങളുടെ മുൻപിലേക്ക് ഇന്ന് രാവിലെ അയച്ചിരിക്കുന്നത്. ദൈവം നിന്നെ എടുത്തുയർത്താൻ ഭാവിച്ചിരിക്കുന്ന നേരത്ത് അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം സന്നാഹങ്ങളെല്ലാം സജ്ജമായിരിക്കെ ഇനിയും എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ലേ എന്നുള്ളതായ ഒരു മാനസികാവസ്ഥയിൽ നീ തുടരരുതെന്നും അടുത്ത നിമിഷം നിന്നെ എടുത്തുയർത്തുന്ന ദൈവപ്രവൃത്തിയിൽ എൻ്റർ ചെയ്യാനുള്ളതായ മാനസികാവസ്ഥയോടെ ഒരുങ്ങിയിരുന്നു കൊള്ളാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാവിലെ ദൂതറിയിക്കുന്നു. ലോകമെങ്ങും ഇന്നത്തെ പ്രവചന ദൂതിനു വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും അധികാരവും നിറഞ്ഞ വലിയ നാമത്തിൽ ഒരുപാട് സന്തോഷത്തോടെ ഞാൻ ആത്മാർത്ഥമായി വന്ദനം ചെയ്യുന്നു. യേശു മനുഷ്യനെ അവൻ്റെ താഴ്ചകളിൽ നിന്ന് ഉയർത്തുന്ന ദൈവമാണ്. എത്ര നികൃഷ്ടമെന്ന് പറയുന്നതിനെയും മാന്യമായി എടുത്തുയർത്താൻ യേശുവിനെ കൊണ്ട് കഴിയും. യേശുവിന് ഉയർത്താൻ കഴിയാത്തത്ര ആഴത്തിൽ കിടക്കുന്നതൊന്നുമില്ല. മരിച്ചതിനെ യേശുവിന് ഉയർത്താൻ കഴിയും. മരണത്തിന് ശേഷം അടക്കാൻ കൊണ്ടുപോകുന്നതിനെയും യേശു ഉയർത്തിയിട്ടുണ്ട്. അടക്ക് കഴിഞ്ഞ് കെട്ടുപോയ ശാരീരികാവസ്ഥയിൽ ആയിരുന്നതിനെയും യേശു ഉയർത്തിയിട്ടുണ്ട്. നിന്ദകളിൽ നിന്ന് മാന്യതയിലേക്ക് യേശു ഉയർത്തും. അപമാനങ്ങളിൽ നിന്ന് ശ്രേഷ്ഠതകളിലേക്ക് യേശു ഉയർത്തും. യേശുവിനൊരു മനുഷ്യനെ ഇത്ര മാത്രമേ ഉയർത്താൻ കഴിയൂ എന്നുള്ളതായ ഒരളവ് എത്രയെന്ന് ചോദിച്ചാൽ തൻ്റെ മഹത്വത്തോളം ഒരു മനുഷ്യനെ കർത്താവിന് ഉയർത്താൻ കഴിയുമെന്നതാണ് വേദപുസ്തകം നൽകുന്ന ഉത്തരം. ഞാൻ ഇരിക്കുന്നിടത്തും അവരും എന്നോടുകൂടെ ഇരിക്കണം എന്നുള്ള യേശുവിൻ്റെ പ്രാർത്ഥന അതിൻ്റെ ഉത്തരമാണ്. അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തി എന്നുള്ള വേദപുസ്തക വചനം യേശു ആയിരിക്കുന്ന നിലവാരത്തോളം സ്വർഗീയ തലങ്ങളിൽ നമുക്കും ആയിരിക്കുവാനുള്ള പരമഭാഗ്യം സഭ എന്ന നിലയിൽ ലഭിച്ചു എന്നുള്ളതായ ഭാഗ്യവർണ്ണനയുടെ വെളിപ്പെടുത്തലുകളാകുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നിങ്ങളോട് പറയാൻ ദൈവാത്മാവിനെ ഏൽപ്പിച്ച ആലോചന എന്ന് പറയുന്നത് നിന്നെ ഈ ദിനങ്ങളിൽ ദൈവം ഉയർത്തുവാൻ ഒരുക്കിയിരിക്കുന്ന ചില അപൂർവ പദ്ധതികളെക്കുറിച്ചുള്ളതായ ഒരു സംഗ്രഹം മാത്രമാണ്. പക്ഷേ അതിൻ്റെ നാന്ദിയും കുറിച്ചുകൊണ്ട് ദൈവാത്മാവ് നൽകിയ ദൂത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്നുമാണ്. അതിങ്ങനെയാണ്: യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീശയോടുകൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ഖ്യാതി നേടിയിരിക്കുന്ന ഒരു പ്രവാചക ശ്രേഷ്ഠനാണ് ഏലിയാവ്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോഴും പരാമർശിച്ച ഒരു പേര് ഏലിയാവിൻ്റെതാണ്. ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നപ്പോഴും അംഗീകരിച്ച് സംസാരിച്ച ഒരു ശുശ്രൂഷ ഏലിയാവിൻ്റെ ശുശ്രൂഷയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അതുകൊണ്ട് തന്നെ ഒരുപോലെ ദൈവിക അംഗീകാരം നേടി അതുല്യനായി പ്രജ്വലിച്ച ഒരു ശ്രേഷ്ഠ പ്രവാചക താപസനാണ് ഏലിയ പ്രവാചകൻ. ഈ ഏലിയാവിൻ്റെ ശുശ്രൂഷയുടെ അനന്തരാവകാശം ഏറ്റുവാങ്ങിയ തൻ്റെ ശിഷ്യസമ്പത്തിലെ ഒരു മനുഷ്യനായിരുന്നു ഏലീശ. ഏലിയാവിൻ്റെ മിനിസ്ട്രിയുടെ അടുത്ത ലെവലിലേക്ക് അതിനെ കൊണ്ടുപോകുവാൻ ദൈവം ഏലീശയെ ശക്തിയോടുകൂടെ ഉപയോഗിച്ചു. ഇന്നലകളിൽ എവിടെയൊക്കെയോ ദൈവം ശക്തമായി പ്രയോജനപ്പെടുത്തിയ മഹത്തരമായിരിക്കുന്ന ശുശ്രൂഷകളുടെ അടുത്ത മേഖല കൈകാര്യം ചെയ്യുവാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന കുറച്ച് മനുഷ്യരിൽ തന്നെ കേൾക്കുന്നുണ്ട്. നിന്റെ സമയമായിട്ടുണ്ട് എന്ന് ദൈവാത്മാവ് പറയുന്നു. ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക. ഏലിയാവിനെ ഉയർത്തുവാൻ ചുഴലിക്കാറ്റിൽ എടുത്തുകൊണ്ട് പോകുവാൻ യഹോവ ഭാവിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഭാവം ഒരു ദൈവദാസന്, ഒരു ദൈവപൈതലിന് തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ വ്യാപരിക്കുന്നത് ശത്രുഭാവമാണോ ദൈവഭാവമാണോ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന മനുഷ്യരിൽ പലരും പറയും, ദൈവദാസനെ, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ വലിയൊരു പോരാട്ടമാണ്. അവരാ ഭാവം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ദൈവപ്രവൃത്തിയുടെ പുറകിൽ ഇപ്പോൾ തനിക്കൊരു ആത്മീയ യുദ്ധത്തെ നേരിടേണ്ടതായിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ തൻ്റെ നേരെ പോരാടുന്ന സാത്താന്യ മണ്ഡലത്തെ തനിക്ക് ഇപ്പോൾ ഒന്ന് കീഴടക്കണമെന്നുള്ള ഒരവസ്ഥയിലാണ് പലരും നിൽക്കുന്നത്. അങ്ങനെയുള്ളവർ പറയും, ഞാൻ ഇപ്പോൾ നിൽക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ പുറകിൽ ഒരു ദൈവപ്രവൃത്തിക്ക് മുന്നോടിയായിട്ടുള്ള ഒരു സാത്താന്യ പോരാട്ടത്തെയാണ് ഇപ്പോൾ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വേറെ ചിലർ പറയും, ദേവദാസനെ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ വളരെ പ്രാർത്ഥനയോടെയാണ്, ഞാൻ വളരെ അഭിഷേകത്തോടു കൂടിയാണ്, എനിക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാമോ? ഞാനൊരു അടുത്തൊരു ഷിഫ്റ്റിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ്, അടുത്തൊരു ആത്മപകർച്ചയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? നോക്കൂ, രണ്ട് കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്കാർ. ഒരു കൂട്ടം ആൾക്കാർ നേരിടുന്നത് ഒരു സാത്താന്യ മണ്ഡലത്തിലുള്ള പോരാട്ടത്തിൻ്റെ മേഖലയാണെങ്കിൽ, മറ്റേ ആൾക്കാർ ഒരു ദൈവാത്മ മണ്ഡലത്തിൽ അവരുടെ ശുശ്രൂഷയുടെയും ജീവിതത്തിൻ്റെയും അടുത്ത ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. ഭാവം തിരിച്ചറിയാൻ കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ഭേദാഭേദങ്ങളെ തിരിച്ചറിയാനും ഭാവങ്ങൾ മനസ്സിലാക്കാനും ഒരു പ്രത്യേകമായ കൃപ വേണം. ഏലിയാവിന് തൻ്റെ ജീവിതത്തിൽ ദൈവം തന്നെ ഉയർത്താൻ പോകുന്ന സമയത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാമായിരുന്നു. ആത്മാവിനോട് പറയുന്നു, ഞാൻ ചില കുടുംബങ്ങളെ അവരിപ്പോൾ ആയിരിക്കുന്ന പരിതസ്ഥിതിയിൽ നിന്ന് ശ്രേഷ്ഠമായി മാനിച്ചുയർത്താനുള്ള സമയമായിട്ടുണ്ടെന്ന്. ഞാൻ അതുകൊണ്ട് തന്നെ ആധികാരികമായിട്ട് പറയട്ടെ, ദൈവം നിന്നെ ഉയർത്തുന്ന സമയത്ത്, നിന്നെ ഉയർത്തുന്ന ആ മേഖലയോട് കൂടെ നിന്റെ ജീവിതത്തിൻ്റെ പല ഇടങ്ങളിലും അതിശയങ്ങൾ നടക്കും. നിന്റെ ബിസിനസ് അഭിവൃദ്ധിപ്പെടും, നിന്റെ ലൈഫിൻ്റെ ലെവലുകൾ മാറും, നിന്റെ തലമുറയ്ക്ക് പ്രത്യേകമായ മാന്യതയും പരിഗണനയും കിട്ടും. നിന്റെ വീടൊരു ഉത്സവ സ്ഥലമായി മാറും. നിന്റെ വീടിൻ്റെ അന്തരീക്ഷം തന്നെ ദൈവം തിരുത്തിക്കളയും. നീ ജീവിക്കുന്നതിൻ്റെ ജീവിത നിലവാരത്തിലെ ഇടുക്കങ്ങളെ ദൈവം പൊളിച്ചെഴുതി അത് വിശാലതയാക്കി മാറ്റും. ഇങ്ങനെ ദൈവം ഒരു മനുഷ്യനെ അവൻ്റെ ഭൗതിക ജീവിതത്തിൽ, ആത്മിക ജീവിതത്തിൽ തൻ്റെ ഇഷ്ടങ്ങളുടെ തലങ്ങളിലേക്ക് പിടിച്ചുയർത്തുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിശാലത വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. ഇന്ന് ഈ ദൂത് കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, നീ വലിയ പ്രതീക്ഷയോടെ തുടങ്ങിയ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ സംരംഭങ്ങളെയും ദൈവം അതിൻ്റെ വിജയത്തിലേക്ക് ഉയർത്തുവാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ എത്ര കണ്ട് പരിശ്രമിച്ചിട്ട് എങ്ങും എത്തുന്നില്ലല്ലോ എന്നുള്ള സങ്കടത്തെ ഇന്ന് രാവിലെ പറിച്ചറിയാൻ തയ്യാറായിരിക്കുക. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് ഉയർത്തുവാൻ സമയം എഴുതിയിരിക്കുകയാണ്. ഉയർത്തുവാനുള്ള ഭാവം, ഉയർത്തുവാനുള്ള നേരം, ഉയർത്തുവാനുള്ള സംവിധാനങ്ങൾ റെഡിയായിരിക്കുകയാണ്. യഹോവ ഏലിയാവിനെ ചുഴലിക്കാറ്റിലെടുത്ത് ഉയർത്തുമെന്നുള്ളതാണ് വെളിപ്പാട്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ചുഴലിക്കാറ്റ് എല്ലാത്തിനെയും പറിച്ചെറിയുകയാണെങ്കിൽ ഏലിയാവിനെ സംബന്ധിച്ചിടത്തോളം ചുഴലിക്കാറ്റ് തന്നെ പറിച്ചെറിയലല്ല, അത് സ്വർഗത്തിലേക്ക് കയറിപ്പോകാൻ ദൈവം തനിക്ക് തുറക്കുന്ന കോവേണിയാണ്. ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി എന്നാണ് വേദപുസ്തകം പറയുന്നത്. അപ്പോൾ അത്രത്തോളം സന്തോഷത്തോടുകൂടെ ഭൗതിക ജീവിതത്തിൻ്റെ നിയോഗങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഏലിയാവിന് അങ്ങോട്ട് കയറിപ്പോകാൻ കഴിഞ്ഞെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ ഭൗതിക തലങ്ങളിൽ ഇതിനെ ഉയർത്തുന്ന ഒരു സ്വർഗീയ പ്രതിഭാസം വെളിപ്പെടാൻ പോവുക. ഒന്നുകൂടെ നിന്റെ ഭൗതിക ജീവിതത്തിൽ നിന്നെ ഉടലോടെ ഉയർത്തുന്ന ഒരു സ്വർഗീയ പ്രതിഭാസം വെളിപ്പെടാൻ പോവുകയാണ്. ദൈവം നിന്നെ ഉയർത്തുന്ന നേരമായിട്ടുണ്ട്. പലപ്പോഴും പലരും ചിന്തിക്കും, ഈ കാര്യങ്ങൾ ഇതിന് തടസ്സമാണ്, ഇത് ഈ മേഖലയിൽ നിന്ന് ഉയരുമെന്ന് എനിക്ക് ബുദ്ധിമുട്ടാണ്, പ്രതിബന്ധമാണ്. ദൈവപൈതലേ, അങ്ങനൊന്നില്ല. നീ അത് വിശ്വസിക്കരുത്, അങ്ങനൊന്നില്ല. യേശുവിനെ കല്ലറയിൽ അടച്ചു. ആ കല്ലറയുടെ കല്ല് യേശുവിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് തടസ്സമാണെന്നാണ് മനുഷ്യരായ കുറേ സ്ത്രീകൾ കരുതിയത്. യേശുവിൻ്റെ ഉയർപ്പിനെ ഈ കല്ലുകൊണ്ട് അടച്ച് ഇടാമെന്നാണ് യേശുവിനെ ക്രൂശിച്ചവരും കരുതിയത്. ഞാൻ ചോദിക്കട്ടെ, യേശുവിനെ ഉയർത്തിയ പുനരുദ്ധാനത്തിൻ്റെ ശക്തിക്ക് ഇത് വല്ലതും തടസ്സമായിരുന്നു? ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞു വെക്കുന്നതിൻ്റെ സാരാംശം, കല്ലോ തടവറയോ ഇരുമ്പോടാമ്പലോ താമ്രക്കഥകോ എന്തായാലും, കാറ്റോ തിരമാലയോ ചെങ്കടലോ എന്തായാലും, ദൈവത്തിൻ്റെ കയ്യിൽ അതിനെ മാറ്റിമറിക്കത്തക്ക നിലയിൽ മിടുമിടുക്കന്മാരായി പ്രയോജനപ്പെടാൻ കഴിയുന്ന ആ പ്രതിബന്ധത്തെ നമ്മുടെ മുമ്പിൽ അനുകൂലമാക്കി തീർക്കാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള ശ്രേഷ്ഠരായ ദൂത സമൂഹങ്ങൾ, മാലാഖാ വൃന്ദങ്ങളുണ്ട്. അവരെ അയച്ച് ദൈവം നമ്മെ ഉയർത്തുന്ന തൻ്റെ തക്ക സമയത്ത് നമ്മുടെ മുമ്പിലെ പ്രതിബന്ധങ്ങളെ ദൈവം അനുകൂലമാക്കി മാറ്റും. ഇന്നത്തെ ഈ ദൈവാലോചന കേൾക്കുന്ന സമയത്ത് ഞാൻ പറയട്ടെ, ഞാൻ എങ്ങനെ ജയിക്കും എന്നോർത്ത് പേടിക്കണ്ട. നിന്റെ ജയം ദൈവം നിന്നെ ഉയർത്തുന്ന നേരത്ത് കയറി വരുമ്പോൾ നിനക്ക് തോൽപ്പിക്കാൻ പറ്റാത്തതിനെ ദൂതൻ ഇറങ്ങി നിനക്ക് വേണ്ടി തോൽപ്പിച്ചിടും. എന്നിട്ട് നീ അതിനെ വളരെ നിഷ്പ്രയാസം മറികടന്ന് നിന്റെ വിടുതലിലേക്ക് കാലെടുത്ത് കയറും. ദൈവ പൈതലേ, നിന്റെ മാറ്റത്തിൻ്റെ നേരം ദൈവം കുറിച്ചിരിക്കുകയാൽ അതെങ്ങനെയെന്നോർത്ത് നീ പേടിക്കേണ്ട. അത്
എങ്ങനെ സംഭവിക്കുമെന്നോർത്ത് പരിഭ്രമിക്കേണ്ട. ദൈവമാണ് കാര്യങ്ങളെ ക്രമീകരിക്കുന്നത്. ചേർന്ന കർത്താവിനെ ഇന്ന് സ്തുതിച്ചേ. അനുകൂലമായൊരു കാലാവസ്ഥ ദൈവം തുറക്കുന്നു. നിന്നെ ഉയർത്തുവാനുള്ള സമയമായിട്ടുണ്ട്. എന്നോട് കർത്താവ് പറയുന്നു, ഏലിയാവിനെ എലീശയുടെ മുമ്പിൽ വെച്ച് ദൈവം എടുത്തുയർത്തിയത് ഒരു ചുഴലിക്കാറ്റിലായിരുന്നു. ചുഴലിക്കാറ്റിൽ. ഇന്നത്തെ ഈ ഒരു പകൽ ഒരു സ്വർഗീയ ചുഴലിക്കാറ്റിന്റെ പകലാണ്. ഉയർത്തത്തില്ലെന്ന് പറയുന്നതിന് നടുവിൽ നിന്നെ വലിച്ചുയർത്തുന്ന, ഞാൻ അനങ്ങത്തില്ലെന്ന് പറയുന്ന വൻ വൃക്ഷങ്ങളെ ഒരു കടപുഴകി എറിയത്തക്ക നിലയിൽ ചുഴലിക്കാറ്റ് അതിൻ്റെ പ്രഭാമണ്ഡലത്തെ വെളിപ്പെടുത്തി വളരെ കരുത്തോടുകൂടി അതിനെ പിഴുതെടുത്താണ് മുന്നോട്ട് ആഞ്ഞു വീശി വരുന്നതെങ്കിൽ, ഇന്ന് രാവിലെ ഈ ദൂത് കേൾക്കുന്നവരോട് ഞാൻ പറയാം, നിന്റെ ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന സകലതിനെയും പിഴുതെറിഞ്ഞുകൊണ്ട് നിന്നെ എടുത്തുയർത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കാറ്റ് ഇന്ന് രാവിലെ ദൈവപൈതലേ നിന്റെ ജീവിതത്തിൻ്റെ മേൽ വീശുകയാണ്. ഇപ്പോൾ നീ തളയ്ക്കപ്പെട്ട് കിടക്കുന്ന മേഖലയിൽ നിന്നും ദൈവം നിന്റെ തടസ്സങ്ങളെ തന്നെ പറിച്ചെറിഞ്ഞിട്ട് ദൈവം നിന്നെ പിടിച്ചുയർത്തും. ഇനി ആർക്ക് നിന്നെ പിടിച്ചു കെട്ടി വെക്കാൻ വയ്യാത്ത നിലയിൽ നിന്റെ ജീവിതത്തിൽ ഒരു കുതിപ്പ് നടക്കാൻ പോകുകയാ. നിന്റെ ഉയർച്ചയുടെ വേഗത ദൈവത്തിന്റെ കാറ്റിന്റെ സ്പീഡായിരിക്കും. ആമേൻ. ഈ ഒരു ദൂതം ആത്മാവിൽ തിരിച്ചറിഞ്ഞു. നിന്റെ ഉയർച്ചയുടെ വേഗത ദൈവത്തിന്റെ കാറ്റിന്റെ സ്പീഡായിരിക്കും. ദൈവത്തിന്റെ കാറ്റിന്റെ ശക്തിക്കനുസൃതമായിട്ടാണ് ഈ ദിനങ്ങളിൽ നീ ഉയരാൻ പോകുന്നത്. നിന്നെ ഉയർത്തുവാൻ വേണ്ടി ആഞ്ഞു വീശുന്ന ഒരു കൊടുങ്കാറ്റുണ്ട്. നിന്നെ ഉയർത്താൻ വേണ്ടി ആഞ്ഞു വീശുന്ന ഒരു ചുഴലിക്കാറ്റുണ്ട്. ഈ ചുഴലിക്കൊടുങ്കാറ്റിന്റെ വേഗതയ്ക്കനുസരിച്ചാണ് നീ ഉയരാൻ പോകുന്നത്. നിന്റെ പാരമ്പര്യ ചരിത്രങ്ങളിൽ എങ്ങും ഒരുത്തനും തല പൊക്കിയിട്ടില്ലാത്ത നിലയിൽ നീ ഉയരും. നിന്റെ കുടുംബ പരമ്പരകളിൽ ആരും പ്രാവീണ്യം നേടിയിട്ടില്ലാത്ത നിലയിൽ നീ ശ്രേഷ്ഠതകൾ കൈവരിക്കും. ഇതിൻ്റെ ഏക കാരണം നിന്റെ ജീവിതത്തിന് വേണ്ടി ഈ ദിനങ്ങളിൽ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെടുന്ന ഒരു കാറ്റുണ്ട്. അവൻ വന്ന് വെടിപ്പായിട്ട് തന്നെ പണി ചെയ്തിട്ട് പോകും. നിന്നെ ഉയർത്തുമെന്ന് പറഞ്ഞാൽ അത് നിന്റെ കഴിഞ്ഞകാല ചരിത്രങ്ങളിലെങ്ങും ഒരുത്തനും ചിന്തിപ്പാൻ വയ്യാത്ത നിലയിലായിരിക്കും. ജന്മം നൽകിയ അപ്പനോ അമ്മയ്ക്കോ പോലും ചിന്തിപ്പാൻ വയ്യാത്ത നിലയിൽ ദൈവത്തിന്റെ മാന്യത നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. ഗ്ലോറി ടു ജീസസ്. ഒരു മനുഷ്യനെ ദൈവം ഉയർത്തുമ്പോൾ, ശ്രദ്ധിച്ചു കേട്ടണം, ഒരു മനുഷ്യനെ ദൈവം ഉയർത്തുമ്പോൾ ആ വ്യക്തിയെ അപമാനം കൊണ്ടോ വ്യാജങ്ങൾ കൊണ്ടോ അവഹേളനപരമായ കഥകളാലോ കള്ളക്കേസുകളാലോ നേരിട്ട് പോരാടിയോ തോപ്പിക്കാമെന്ന് ചിന്തിക്കുന്നതിനോളം വലിയ മഠയത്തരം ലോകത്ത് വേറൊന്നുമില്ല. ദൈവത്തിൻ്റെ ശക്തിയെ വീണുപോയ ഒരു ദൂതനായിരിക്കുന്ന പിശാചിൻ്റെ സേവകാവൃന്ദത്തിലെ ഒരു ഭൂതത്തെ കൂട്ടുപിടിച്ച് മന്ത്രം ചൊല്ലി തളയ്ക്കാമെന്ന് ചിന്തിക്കുന്നത് തന്നെ എത്ര വലിയ മടയത്തരമാണ്. ദൈവം തമ്പുരാൻ എഴുതിയിരിക്കുന്ന ഉയർച്ചയെ കല്ലുകൊണ്ട് പൂട്ടി വെച്ചേക്കാമെന്ന് കരുതിയ പീലാത്തോസിൻ്റെയും കൂട്ടുകാരുടെയൊക്കെ പിന്മുറക്കാരാണ് അങ്ങനെയുള്ള വ്യക്തികൾ. നിങ്ങൾ പൂട്ടിയാലും അത് തുറക്കാൻ തക്കവണ്ണം ശേഷിയുള്ള ദൂതന്മാർ വാഗ്ദത്തം കേട്ടവന്റെ പക്ഷത്തുണ്ട്. ജീസസ്. നിങ്ങൾ ചങ്ങല കൊണ്ട് പൂട്ടിയാലും ആ ചങ്ങലകൾ സ്വതവേ അഴിഞ്ഞ് താഴെ വീഴുന്ന നിലയിലുള്ള ടെക്നോളജിയുമായി ഇറങ്ങി വരുന്ന കരുത്തന്മാരായ ദൂതന്മാർ നിങ്ങൾ ബന്ധിച്ചവന്റെ പക്ഷത്തുണ്ട്. ദൈവം ചിലതിനെ അനുവദിക്കും. എന്തിനാണെന്നോ? തൻ്റെ മക്കളെ അങ്ങ് കൊല്ലാക്കൊല ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയല്ല. തൻ്റെ മക്കളെ അങ്ങ് നാണിച്ചവശമാക്കാൻ വേണ്ടി, നിനക്കൊക്കെ ആക്ഷേപം പറയാൻ വേണ്ടി അല്ലെന്ന് ദുഷ്ടനോട് കർത്താവ് പറയുന്നു. പിന്നെ എന്തിനാ തൻ്റെ മക്കളെ ദൈവം ചില അപമാനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത്? അവരെ അഭിമാനത്തോടെ ഉയർത്തുന്ന അവരുടെ അപ്പൻ ആരാന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയാ. നിങ്ങൾ ഇതൊക്കെ ചെയ്തെങ്കിലും നിങ്ങൾ എഴുതിയ കഥകളുടെ ക്ലൈമാക്സ് ദൈവമായിരിക്കും തീരുമാനിക്കുന്നത്. ഇന്ന് രാവിലെ ഈ ദൂത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ ദിവസങ്ങളിൽ ചില മാനുഷികമായ എതിരുകളെ നേരിട്ട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയുന്നു, നീ വിഷമിക്കേണ്ട, വേദനിക്കേണ്ട. നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്തൊരു സന്തോഷം വെളിപ്പെടാൻ പോവാണ്. നിന്നെ പിടിച്ചൊതുക്കാമെന്ന് ചിന്തിച്ചവരുടെ വ്യാമോഹങ്ങൾക്കപ്പുറത്തേക്ക് നിന്നെ ഉടലോടെ ഞാൻ ഉയർത്തുമെന്നുള്ള ദൈവത്തിൻ്റെ തീരുമാനം വെളിപ്പെടാൻ നേരമായി. നിന്നെ ഉയർത്തുവാൻ യഹോവ ഭാവിച്ചിരിക്കുന്നു. നിന്നെ ഉയർത്തുവാൻ കർത്താവ് ഭാവിച്ചിരിക്കുന്നു. അതിനൊരു കൊടുങ്കാറ്റ് വരും, ഒരു ചുഴലിക്കാറ്റ് വരും, ശക്തിയുള്ളൊരു ചുഴലിക്കാറ്റ്. ചിലർ നോക്കി നിൽക്കെ നിന്നെ സ്വർഗീയ മണ്ഡലങ്ങളിലേക്ക് എടുത്തു പോക്കും. സ്വർഗീയമായ സ്രോതസ്സുകളുടെ കരുത്ത് കൊണ്ടുയരും.
ഈ വാക്ക് മറക്കരുത്. സ്വർഗീയമായ ശക്തി സ്രോതസ്സുകളാൽ ഉയരും. ബിസിനസ് ചെയ്തത് കൊണ്ട് മാത്രമല്ല, തോട്ടമുള്ളത് കൊണ്ട് മാത്രമല്ല, ഭൂസ്വത്തുള്ളത് കൊണ്ടല്ല, പിതൃസ്വത്ത് കിട്ടിയത് കൊണ്ടല്ല, ലോട്ടറി അടിച്ചത് കൊണ്ടല്ല, പിന്നെയോ സ്വർഗീയ ശക്തിയുടെ സ്രോതസ് കൊണ്ട് പിടിച്ചുയർത്തപ്പെടും, വലിച്ചുയർത്തപ്പെടും, പരിധികൾക്കപ്പുറത്തേക്ക് തല പൊക്കുമാറാക്കും. ഇത് ദൈവത്തിൻ്റെ നീതിയാണ്. നീ തുടങ്ങിയ നിന്റെ സ്വപ്നങ്ങളെ, നിന്റെ സ്ഥാപനത്തെ, നിന്റെ ജീവിതത്തെ, നിന്റെ തലമുറയുടെ ഭാവിയെ നോക്കി ഞാൻ പ്രവചിക്കുന്നു. അഭിഷക്തനെ, നിന്റെ സഭയെ, നിന്റെ ശുശ്രൂഷയെ നോക്കി ഞാൻ പ്രവചിക്കുന്നു. തല പൊക്കാൻ പോവുകയാണ്. ദൈവം നിന്നെ ഉയർത്തുവാനുള്ള നേരമായിട്ടുണ്ട്. അതിന് നാന്ദിയും കുറിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, സമയമായി. ദൈവഭാവം തിരിച്ചറിയുക. നിന്നെ ഉയർത്തുവാനുള്ള കാലഘട്ടമായിരിക്കുന്നു. ഇനി നീ ഒതുങ്ങിക്കൂടിയിരിക്കരുത്. ഏത് നിമിഷവും കയറിപ്പോകാൻ റെഡി ആയിക്കോണം. ഇന്ന് ഈ ദൈവാലോചന പറയുമ്പോൾ ചില വിദേശ യാത്രകളുമൊക്കെയായി ബന്ധപ്പെട്ട് യാതൊരു കൺഫർമേഷനും ഇല്ലാതെ മുന്നോട്ടുള്ള യാത്രയുടെ പേരിൽ വളരെ ആകുലതയോടുകൂടി ആയിരിക്കുന്നവരോട് ഞാൻ ശക്തിയോടെ പറയട്ടെ, കയറിപ്പോകാൻ തയ്യാറായിക്കൂ. നിന്റെ യാത്രയുടെ വാതിൽ ഇന്നത്തെ ശുശ്രൂഷ തുറന്നു തരികയാണ്. ദൈവാത്മാവ് ആ കാര്യം ചെയ്യും. തലയ്ക്ക് മീതെ പറക്കുന്ന വിമാനങ്ങൾ കണ്ട് ഞാൻ എന്നിങ്ങനെ ഒന്ന് പോകുമെന്നൊക്കെ ചിന്തിച്ചാണ് നിൽക്കുന്നതെങ്കിൽ അടുത്ത ഊഴം നിൻ്റേതാണെന്ന് ഞാൻ ശക്തിയോടെ പറയട്ടെ. മാറ്റത്തിൻ്റെ നേരമാകുന്നു. ദൈവം നിന്നെ ഉയർത്തുവാനുള്ള സമയമായി. അതെ, ഒരു കാറ്റ് ദൈവം അടിപ്പിക്കുകയാണ്. ഇന്നത്തെ ശുശ്രൂഷയുടെ നടുവിൽ സ്വർഗീയ സ്രോതസ്സുകളാൽ നിന്നെ പിടിച്ചുയർത്തുന്ന ദൈവത്തിൻ്റെ കാറ്റടിക്കുന്നു. നീ ഉയരുന്നത് നിന്റെ പരിധികൾ കൊണ്ടോ, നിന്റെ അധ്വാനങ്ങൾ കൊണ്ടോ, നിന്റെ സാധ്യതകൾ കൊണ്ടോ അല്ല. ദൈവത്തിൻ്റെ മഹാശക്തിയുടെ വാഗ്ദത്തത്തിൻ്റെ മഹിമ കൊണ്ട് നിന്റെ ജീവിതം ഈ ദിനങ്ങളിൽ ശോഭിപ്പാൻ പോവുകയാണ്. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹം നിറഞ്ഞിരിക്കുന്ന ഈ മഹത്തരമായ ദിവസത്തിൽ നിന്റെ ആത്മാവ് ഞങ്ങളോട് പറയുന്ന ദൂതുകളെ ഞങ്ങൾ ആത്മാവിൽ, ഹൃദയത്തിൽ സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പരിമിതികൾക്ക് അപ്പുറത്തേക്ക് ഞങ്ങളെ ഉയർത്തുന്നതും ഞങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നതുമായ നിന്റെ പ്രവൃത്തിയെ കാണുവാൻ ഞങ്ങൾ വളരെ കൊതിയോടുകൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞങ്ങളുടെ മക്കളെ അവരൊരിക്കലും ചിന്തിക്കാത്തൊരു മഹത്വത്തിലേക്ക് ഉയർത്തുന്നതിനായിട്ട് സ്തോത്രം. ഉടലോടെ മനുഷ്യനെ ഉയർത്താൻ കഴിയുന്ന ദൈവത്തിൻ്റെ കാറ്റ്. ആർക്കും ഈ ശരീരത്തോടുകൂടെ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ലെന്നൊക്കെ ചിന്തിക്കുന്ന ജ്ഞാനവാദികളുടെ നടുവിൽ എനിക്കൊന്നും അസാധ്യമല്ലെന്ന് തെളിയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയും സംവിധാനവും നാഥാങ്ങയുടെ മക്കളുടെ ജീവിതത്തിൻ്റെ ഏത് തടസ്സത്തെയും മാറ്റിക്കൊണ്ട് ഇവരെ ദൈവം താൻ ഉദ്ദേശിച്ച കരയിലേക്ക് പിടിച്ചുയർത്തുന്ന മഹത്വത്തിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രാർത്ഥനയോടെ നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ തന്നെ ആമേൻ. ആരെന്തെല്ലാം വിചാരിച്ചാലും എന്തെല്ലാം ഒപ്പിച്ചാലും നിന്നെ ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ ദൈവം വിട്ടുവീഴ്ച ചെയ്യത്തില്ല. ദൈവം ആ തീരുമാനം മാറ്റത്തില്ല. ഉയർത്താനുള്ള ഭാവമാണ് കാണുന്നത്. ഉയരാനുള്ള നേരമായിട്ടുണ്ട്. നീ ഉയരാൻ തയ്യാറായിക്കൂ. ഇനിയും നേരിട്ടൊരു പ്രാർത്ഥന സ്വീകരിക്കാൻ, ഒരു ആരാധനയിൽ പങ്കുചേരാൻ എന്ത് ചെയ്യണം? എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന നമ്മുടെ ആത്മീക ആരാധനയിൽ, നാഗമ്പടം റെഡ് ക്രോസിൽ നടക്കുന്ന നമ്മുടെ ആത്മീക ആരാധനയിൽ വന്ന് പങ്കുചേരാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. സമൃദ്ധമായ, അളക്കാനാകാത്ത ദൈവത്തിൻ്റെ ശക്തിയും കൃപയും പകരപ്പെടുന്ന ഈ ആത്മീക ശുശ്രൂഷകളിലേക്ക് നിങ്ങളെ ഹൃദയം തുറന്ന് ഞാൻ സ്വാഗതം ചെയ്യട്ടെ. ധാരാളമായ ദൈവകൃപ നിങ്ങളിൽ ചൊരിയപ്പെടട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.